ഞാൻ പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഭാഗം തന്നെയാണ്. പ്രൈമറി സെൻസേഷൻ ഓഫ് ടേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ എന്താ പറയുക, ഓരോന്നും എടുത്തെടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എടുത്തിരുന്നു എന്ന് മാത്രം. എന്നാൽ കുറച്ചും കൂടെ ക്ലിയർ മീൻസ് കുറച്ചും കൂടെ എഴുതാൻ സിമ്പിളായിട്ട് ഓരോ ടേസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം എടുക്കുന്നത്. അതിലെ പ്രൈമറി സെൻസേഷൻ ഓഫ് ടേസ്റ്റ്, ഇപ്പോൾ നമുക്കറിയാം സൈക്കോ ഫിസിയോളജിക്ക് ആൻഡ് ന്യൂറോ ഫിസിയോളജിക്ക് സ്റ്റഡീസൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 13 പോസിബിൾ അല്ലെങ്കിൽ പ്രോബബിൾ കെമിക്കൽ റിസപ്റ്റേഴ്സ് ടേസ്റ്റ് സെൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. നമ്മൾ റിസപ്റ്റേഴ്സിൻ്റെ ചില പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ആ കോളം പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. വരച്ചത് കോളം ഞാൻ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ കോളം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രാക്ടിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ഈ ഒരു പ്രൈമറി ടേസ്റ്റ് സെൻസിനെ എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 കാറ്റഗറീസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അതിനെ പ്രൈമറി സെൻസേഷൻ ഓഫ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പ്രൈമറി സെൻസേഷൻ ഓഫ് ടേസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോറ്, സോൾട്ട്, സ്വീറ്റ്, ബിറ്റർ ആൻഡ് ഉമാമി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതിൽ നമുക്കറിയാം മനുഷ്യന് 100ഓളം ഡിഫറെൻറ്റ് ടേസ്റ്റിനെ എന്ത് ചെയ്യാൻ കഴിയും, പെർസീവ് ചെയ്യാൻ കഴിയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിൽ കൂടുതലോ പ്രൈമറി സെൻസേഷൻസിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ 13 പോസിബിൾ കെമിക്കൽ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 13 പോസിബിൾ കെമിക്കൽ റിസപ്റ്റേഴ്സ് അതല്ലാതെ വേറെ കെമിക്കൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ മിക്സിംഗ് ഒക്കെ ആയിട്ടാണ് ഓരോ റിസപ്റ്റേഴ്സ് നമ്മൾ പറയുന്നത്. ഓരോ ഇത് വരുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സോഡിയം, 2 പൊട്ടാസ്യം, 1 ക്ലോറിൻ, 1 അഡിനോസിൻ, 1 അയണോസിൻ, 2 സ്വീറ്റ്, 2 ബിറ്റർ, 2 ഗ്ലൂട്ടാമേറ്റ്, 1 ഹൈഡ്രജൻ അയോൺ റിസപ്റ്റർ. ഇതാണ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ 13 സാധനങ്ങൾ, അതായത് സോഡിയം വരുമ്പോൾ ഒരു റിസപ്റ്റർ, പിന്നെ അതേപോലെ പൊട്ടാസ്യം വരുമ്പോൾ, അങ്ങനെയാണ് 2 സോഡിയം 2 പൊട്ടാസ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസപ്റ്റേഴ്സ്, സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ റിസപ്റ്റർ എന്നുള്ള ലെവലിലാണ് ആ ഭാഗം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സോർ എന്താണ് നോക്കാം. സോർ ടേസ്റ്റ്, പുളി എന്ന് പറയുന്നത് നമുക്കറിയാം ഉണ്ടാകുന്നത് ആസിഡ്സ് വഴിയാണ്. ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ അയോണിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ടാണ് സോർ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ ടേസ്റ്റ് സെൻസേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ്റെ ലോഗരിതത്തിനനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫുഡിൽ മോർ അസിഡിക്കാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോർ സെൻസേഷൻ കൂടുതലായിരിക്കും. അതായത് അതിനനുസരിച്ച് ഹൈഡ്രജൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അവിടെ പുളിയും കൂടും എന്നർത്ഥം. ഇനി രണ്ടാമത്തത് സാൾട്ടി ടേസ്റ്റാണ്. ഈ സാൾട്ടി ടേസ്റ്റ് അയണൈസ്ഡ് സോൾട്ടാണ് എന്തുണ്ടാക്കുന്നത്, സോൾട്ട്സാണ് ഈ ഒരു സാൾട്ടി ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും സോഡിയം അയോൺ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ടേസ്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി, സോൾട്ട് ടേസ്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു സാൾട്ടിൽ നിന്ന് വേറൊരു സാൾട്ടിലേക്ക് മാറുമ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ സോഡിയം അയോണുള്ള പല സാധനങ്ങൾക്കും ഈ ഒരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ടേസ്റ്റ് NaCl നമ്മൾ പറയാറുണ്ട്, പക്ഷെ അതേപോലെ വേറെ പല സാധനങ്ങൾക്കും ഈ ഒരു സോൾട്ടി ടേസ്റ്റ് ഉണ്ടാകും. അത് തന്നെ എൻ്റെ അയോണിൻ്റെ എന്താ പറയുക, ഈ ഒരു സോൾട്ട് മാറി വേറെ സോൾട്ട് ആകുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ സാൾട്ടിൻ്റെ കാറ്റയോൺസ് സോൾട്ടി ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയോൺസ് ലെസ്സർ എക്സ്റ്റെൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺട്രിബ്യൂഷൻ. കാറ്റയോൺസും ആനയോൺസും ഉണ്ട്. അതിൽ കാറ്റയോൺസാണ് സോൾട്ടിൽ മെയിൻലി സോൾട്ടി ടേസ്റ്റിന് റെസ്പോൺസിബിൾ ആണ്. നമുക്കറിയാം NaCl, Na+ഉം Cl- അങ്ങനെ 2 ഇതുണ്ട്. അതിൽ കാറ്റയോൺസ് Na+ഉം Cl- ആനയോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കാറ്റയോൺസ് ആണ് ഈ സോൾട്ടി ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കൂടുതലായിട്ട്. ആനയോൺസ് അതിന് ലെസ്സർ എക്സ്റ്റെൻറ്റിലാണ് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ടേസ്റ്റ് സോറല്ല മീൻസ് ഉപ്പ് രസം ഉണ്ടാക്കുന്നത്. അടുത്തത് സ്വീറ്റ് ടേസ്റ്റാണ്. സ്വീറ്റ് ടേസ്റ്റ് ഒരുപാട് കെമിക്കൽസ് ആണ് അതിന് കാരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷുഗേഴ്സ്, ഗ്ലൈക്കോള്, ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോണ്, അമൈഡ്, എസ്റ്റേഴ്സ്, സം അമിനോ ആസിഡ്, സം സ്മോൾ പ്രോട്ടീൻസ്, സൾഫോണിക് ആസിഡ്സ്, ഹൈഡ്രജനേറ്റഡ് ആസിഡ്സ് ആൻഡ് ഇനോർഗാനിക് സാൾട്ട്സ് ഓഫ് ലെഡ് ആൻഡ് ബെർലിയം. ഏതൊക്കെയാണ് പറഞ്ഞത്? ഇത്രയും സാധനങ്ങൾ നമുക്ക് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏതൊക്കെ? ഷുഗേഴ്സ്, ഗ്ലൈക്കോള്, ആൽക്കഹോള്, ആൽഡിഹൈഡ്, കീറ്റോൺ, അമൈഡ്, എസ്റ്റേഴ്സ്,
പിന്നെ സം അമിനോ ആസിഡ്സ്, സം സ്മോൾ പ്രോട്ടീൻസ്, സൾഫോണിക് ആസിഡ്, ഹാലോജനേറ്റഡ് ആസിഡ്സ് ആൻഡ് ഇൻഓർഗാനിക് സോഴ്സ് ഓഫ് ലെഡ് ആൻഡ് ബെർലിയം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സ്വീറ്റ് സെൻസേഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകൾ മോസ്റ്റ്ലി ഓർഗാനിക് കെമിക്കൽസ് ആയിരിക്കും. അതേപോലെ ഈ ഒരു സ്വീറ്റിൽ നിന്ന് ചെറിയ ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിൽ മാറ്റം വരും. അത് എന്ത് ചെയ്യും, സ്വീറ്റിൽ നിന്ന് ബിറ്ററിലേക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമുക്കറിയാലോ, മധുരം ഇപ്പോൾ ചോക്ലേറ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാവും, പക്ഷേ നല്ല കുറേ കഴിക്കുന്നതിനനുസരിച്ച് അതൊരു ബിറ്റർ ടേസ്റ്റാണ്. അതേപോലെ ഓരോ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ ബിറ്റർ ടേസ്റ്റാണ് അടുത്തത്. ബിറ്റർ ടേസ്റ്റ് 2 പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ് ബിറ്റർ ഉണ്ടാക്കുന്നത്. അതിലൊന്ന് ലോങ് ചെയിൻ ഓർഗാനിക് സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടെയ്ൻ നൈട്രജൻ അടങ്ങിയിട്ടുള്ള ലോങ് ചെയിൻ ഓർഗാനിക് സബ്സ്റ്റൻസുകളും ആൽക്കലോയിഡ്സുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ആൽക്കലോയിഡ്സുകളൊക്കെ ആൽക്കലോയിഡ്സുകളാണ് ബിറ്റേഴ്സ് എന്ന് ബിറ്റർ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കലോയിഡ്സ് ഇൻക്ലൂഡ് മെനി ഡ്രഗ്സ് യൂസ് ഇൻ മെഡിസിൻ സച്ച് ആസ് ക്വിനിൻ, കഫീൻ, സ്റ്റൈഷീൻ, നിക്കോട്ടിൻ. ഇതിൽ പ്രധാനമായിട്ട് ആൽക്കലോയിഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചില മെഡിസിൻസ് ഏതൊക്കെയാണ്? ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മെഡിസിൻസിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് സച്ച് ആസ് ക്വിനീന്, കഫീന്, സ്റ്റൈഷീന്, നിക്കോട്ടിൻ. ഇതിനൊക്കെ ബിറ്റർ ടേസ്റ്റാണ്. ബിറ്റർ ടേസ്റ്റ് ഹൈ ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത്. ഈ ബിറ്റർ ടേസ്റ്റിന് ഹൈ ഇൻറ്റൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡാപ്റ്റീവ് ഫങ്ഷനാണ് ബിറ്ററിന് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു ബിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അതിനോടുള്ളൊരു അഡാപ്റ്റീവായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് പോയ്സണസ് പ്ലാന്റ്സ് ഇൻറ്റൻസ്ലി അതുകൊണ്ട് തന്നെ ഈ പോയ്സൺ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ, പോയ്സണസ് ഫുഡിനൊക്കെ ബിറ്റർ ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കഴിക്കുന്നില്ല. അങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് പ്രൈമറി ടേസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഓരോന്നും എടുത്തെടുത്ത് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എടുത്തെടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. നേരത്തെ പഠിച്ചതിൻ്റെ ഒരു പോയിൻറ്റും വിടണം എന്നല്ല അതിനർത്ഥം. എല്ലാം കൂടെ കൂട്ടിയിട്ട് ആ ഭാഗവും ഈ ഭാഗം കൂടെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ. അതും ഇതും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടാവും, കോമൺ സാധനങ്ങളുണ്ടാവും, പിന്നെ അതിലില്ലാത്ത കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇതിലില്ലാത്തത് അതിലും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പെർഫോം ചെയ്യാൻ കേട്ടോ. ഓക്കെ.